എങ്ങനെ ഓഡീഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാറുണ്ട്? ഓഡീഷൻസ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഒരുപാട് പോയിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഓഡീഷൻ എന്ന് പറയുന്ന പരിപാടി നമുക്ക് കംപ്ലീറ്റ്ലി പറയാൻ പറ്റത്തില്ല. ലക്ക് എവിടെ ഇരിക്കുന്നത്, പിന്നെ ഭൂരിഭാഗവും പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഓഡീഷൻ എന്ന് പറയുന്നത്. സോ ഡിപ്പെൻസ് ആണ്. ഈ ഓഡീഷൻ എന്തെങ്കിലും കിട്ടിയിട്ട് അല്ലെങ്കിൽ ആ ചാൻസ് മിസ്സാവേ അല്ലെങ്കിൽ പറ്റിക്കപ്പെടാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പറ്റിക്കപ്പെടൽ ഇതിനു വേണ്ടി നടന്നാൽ ഇത് ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാല് സിനിമ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിത് അറിയില്ല എന്താണ് പ്രോസസ് എന്താണ്. ഞാൻ ഇതിന്റെ അകത്ത് എൻ്റർ ആയി, ഞാൻ പറഞ്ഞില്ല ഇപ്പൊ 8 പടം ചെയ്ത് ആ ഒരു എക്സ്പീരിയൻസിലേക്ക് വന്നപ്പോഴാണ് ഇത് മറ്റേ ഒരാളുടെ 100 കൊടുത്ത് ഓഡീഷൻ വാങ്ങിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ല സിനിമ എന്ന് മനസ്സിലാക്കിയത്. കാരണം വെച്ചാൽ ഒരുപാട് എന്നെ പോലെ തന്നെ ഒരുപാട് പേര് നടക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഓഡീഷന് നടന്ന സമയത്ത് ഒരു പയ്യനുണ്ട്, അവന്റെ വീട് ട്രിവാൻഡ്രമാണ്. ഒരാഴ്ചയിൽ 6 ഓഡീഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ 6 ഓഡീഷന് വേണ്ടി അവർ ട്രിവാൻഡ്രത്തിന് ഇവിടെ വരെ വരും. പക്ഷെ ഇതുവരെ പുള്ളി ഒരു സാധനം ചെയ്തിട്ടില്ല. നമുക്ക് സത്യം പറഞ്ഞാൽ അവരൊക്കെ കാണുമ്പോൾ ഒരു വിഷമം തോന്നി. കാരണം വെച്ചാൽ അത്രയും എഫേർട്ട് എടുത്ത് ഒരു വരുവാണെന്ന് അവരെ വെറുതെ യൂസ് ചെയ്തിട്ട് വിടുവാണ്. അല്ലാണ്ട് ആ ഒരു സാധനം ഇപ്പം എനിക്ക് ഓഡീഷന് പോയിട്ടുള്ള ഗുണങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ അവിടെ ചെന്ന് പെർഫോം ചെയ്യുന്ന സാധനം ഇഷ്ടപ്പെട്ട് ചിലപ്പോൾ ഒരു വല്ല എഡീസോ അങ്ങനത്തെ ചിലപ്പോൾ കണക്ഷൻസ് കിട്ടും. ഇപ്പം ഞാൻ മൂവിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ എനിക്ക് ഞാൻ ഇതുവരെ ഈ 8 പടം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പടത്തിൽ നിന്ന് കിട്ടുന്ന ഒരു കണക്ഷൻ വെച്ചിട്ടാണ് എനിക്ക് അടുത്ത് തുടങ്ങുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ സെറ്റിൽ ചെല്ലുമ്പോൾ കൂടുതൽ കമ്പനി അടിക്കുക ടെക്നീഷ്യൻസ്, അതുപോലെ അസോസിയേറ്റ്സ്, ഇവരൊക്കെ നല്ല ക്ലോസ് ആയിരിക്കും. അപ്പം നമുക്ക് കമ്പനി മാത്രം പറഞ്ഞു, നമ്മൾ കൂടി എന്തെങ്കിലും ചെയ്താൽ അവർക്ക് വിളിക്കാൻ പോകല്ലോ. അപ്പൊ അങ്ങനെ റിലേറ്റഡ് ആയിട്ട് വരുന്ന ആരെങ്കിലും നമുക്ക് പറ്റിയ എന്തെങ്കിലും സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ നമ്മളെ റെഫർ ചെയ്യും, നെക്സ്റ്റ് മൂവിയിലേക്ക് ചെല്ലും. ഞാനൊരു ചെറിയ പടത്തിന്റെ അകത്ത് ഒരു ക്യാരക്ടർ ചെയ്യാൻ പോയിട്ട് അവിടെ നിന്ന് പരിചയപ്പെട്ട ഒരു ആർട്ട് ഡയറക്ടർ ഒരു നായകനായിട്ട് ഒരു പടത്തിൽ ചാൻസ് കിട്ടുന്നത്. അപ്പം നമുക്ക് കിട്ടുമ്പോൾ നമ്മള് ഒരാളിൽ കുറച്ച് കാണില്ല. കാരണം ചിലപ്പോൾ ഒരു പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യുന്ന ചേട്ടൻ നമ്മുടെ ഫോൺ നമ്പർ വെച്ചിട്ടുണ്ടാവും, പുള്ളിയായിരിക്കും നമുക്ക് അടുത്ത പടം തരുന്നത്. ഭയങ്കര ഒരു കാര്യമാണ്. അപ്പൊ നമ്മുടെ ഈ മൂവിയുടെ ലൊക്കേഷൻ ഒക്കെ ലൊക്കേഷൻ ഓൾമോസ്റ്റ് ഇവിടെ കൊച്ചി തന്നെയാണ്. ഐ തിങ്ക് എനിക്ക് ഇവിടെ ഒരു വീട്ടിലായിരുന്നു ഷൂട്ട്, പിന്നെ രണ്ട് വീട്ടിലായിരുന്നു ഷൂട്ട്. എനിക്ക് അത്ര ഉണ്ടായിരുന്നു. എക്സ്പീരിയൻസ് ഒക്കെ നല്ല ടീമായിരുന്നു. അത്യാവശ്യം ക്യാമറമാൻ എൻ്റെ ഒരു ഫ്രണ്ടാണ്, അതായത് അശ്വതിയുടെ ഫ്രണ്ടാണ്. അങ്ങനെ എനിക്ക് പരിചയമുണ്ട്. സോ നല്ല ക്ലോസ് ഫ്രണ്ടാണ്. അവൻ വെക്കുന്ന ഫ്രെയിംസും അത്യാവശ്യം എല്ലാം നല്ലതാണ്. പിന്നെ അസോസിയേറ്റ്സ് എനിക്ക് തോന്നുന്നു 2 പ്രാവശ്യം ഞാൻ വന്നപ്പോഴും 2 ടീമായിരുന്നു. ഇങ്ങനെ അവർക്ക് ഷഫിൾ ചെയ്തിറങ്ങുന്നു. സോ വന്ന ടീമൊന്നും ആരും മോശക്കാരും എന്തായാലും ഉണ്ടായിട്ടില്ല. പിന്നെ പ്രൊഡ്യൂസർ ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല മനുഷ്യനാണ്. കാരണം നമ്മൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും പുള്ളിയുടെ അടുത്ത് പറയാം. ഇപ്പം ഈവൻ ചില ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് അവർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ചില ഡയറക്ടേഴ്സ് ഈ ഈഗോന്റെ പ്രശ്നമുള്ള ആൾക്കാരുണ്ട്. നമ്മളൊരു സാധനം ചെയ്യാൻ പോകുമ്പോൾ അവർ പറയും അത് വേണ്ട. പക്ഷെ പുള്ളിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു സാധനം സാറേ ഞാൻ ഈ സാധനം ഇങ്ങനെ ചെയ്തോട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ കംഫർട്ട് ആക്കുന്ന ഒരാളാണ്. അത് ചെയ്ത് നോക്ക്, അല്ലെങ്കിൽ പറ്റിയില്ല നമുക്ക് അങ്ങനത്തെ വളരെ കുറച്ച് ഡയറക്ടേഴ്സിനെ ഞാൻ പരിചയപ്പെട്ടിട്ടുള്ളൂ. അപ്പൊ ഞാനിതിന് മുമ്പ് പറയുന്നത് നായകനായിട്ട് തുടങ്ങുന്നത് അതിന് ഡയറക്ടറും പുള്ളി അങ്ങനെ തന്നെയാണ്. അതായത് നമുക്കൊരു സാധനം നമുക്ക് ചെയ്യാനായിട്ടൊരു ഗ്യാപ്പ് തരും, അല്ലെങ്കിൽ നമ്മളിങ്ങനെ പ്രഷറൈസ് ചെയ്യില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ പടം ഇങ്ങനെ റിലീസിനായിരിക്കുകയാണ്, എന്താ നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? ഉറപ്പായിട്ടും പടം പോയി കാണാം. സംഭവം ഞങ്ങൾ ഒരുപാട് എക്സ്പെക്ടേഷൻ ഒന്നും തരുന്നില്ല, കാരണം ചെറിയൊരു പടമാണ്. അതുകൊണ്ട് നമ്മൾ മറ്റേ ബാഹുബലി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ ഒരു സാധനം കൊടുത്തിട്ട് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. പക്ഷെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ചെയ്തേക്കുന്ന സാധനമാണ്. പിന്നെ ദയവ് ചെയ്ത് നിങ്ങളാരും ഈ ഓൺലൈൻ എന്താ പറയാ കുറെ ആൾക്കാർ തള്ളുന്ന കഥ കേട്ടിട്ട് പോയി സിനിമ കാണാണ്ടിരിക്കുക. നിങ്ങൾ ഫ്രണ്ട്സ് ആരെങ്കിലും കണ്ടിട്ട് പറയുന്നുണ്ടെങ്കിൽ, കാരണം ഇന്നത്തെ എൻ്റെ ഒരു പടത്തിന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു, ഞാൻ അതുകൊണ്ട് സ്പെസിഫൈ ചെയ്ത് പറയുന്നത്. കാരണം ഭൂരിഭാഗം ആൾക്കാരും ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചുമ്മാ കയറി തള്ളി വിടുന്നതാണ്. അത് എൻ്റെ കഴിഞ്ഞ പടത്തിന് വലിയൊരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾ പടം കാണാം, അല്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സ് ആരെങ്കിലും പടം കണ്ടിട്ട് മോശമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ പോകണ്ട, അല്ലെങ്കിൽ മോശമാണെന്ന് നല്ലതാണെന്ന് പറയുന്നത് പോയി കണ്ടോ, പ്രശ്നമില്ല. പക്ഷെ ഒരിക്കലും ഇന്നത്തെ കാലത്ത് ഒരു റിവ്യൂ കണ്ടിട്ട് ഒരിക്കലും സിനിമ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒന്ന് റിവ്യൂ പറയുന്നത് ചിലപ്പോൾ അവരുടെ റിവ്യൂ പറയുന്നതായിരിക്കാം, ചിലപ്പോൾ ചില ആൾക്കാർ പറഞ്ഞിട്ട് റിവ്യൂ പറയുന്നതായിരിക്കാം, ഒരുപാട് നടക്കുന്നുണ്ട്. സോ പരമാവധി എല്ലാവരും തിയേറ്ററിൽ തന്നെ പടം കാണാം. അപ്പൊ പടം വിജയകരമായിട്ട് ആശംസിക്കുന്നു. താങ്കൾക്കും ഇനിയും ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.